അപ്പോഴെന്നും നടക്കാനറിഞ്ഞാലും ഞാൻ ഈ പ്ലാവിൻ്റെ വീട്ടിലൊന്ന് പോയി ആ ചക്കയിലൊക്കെ ഒന്ന് പിടിച്ച് എനിക്കതിൻ്റെ ഇലകളൊക്കെ ഒന്ന് പിടിച്ച് അതിനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകുള്ളൂ കേട്ടോ. അങ്ങനെ ഇന്ന് നടന്നു പോയപ്പോൾ വലിയ മരമൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷേ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല കേട്ടോ. ഈ ചക്കയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അങ്ങ് പോകും. മുന്നോട്ട് പോയി ഇങ്ങനെ പോകുമ്പോൾ വേറെ ഈ ഒരു വലിയ മരം അതിൻ്റെ അപ്പുറത്ത് നിൽപ്പുണ്ട്, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പോഴേ ഇന്നത്തെ എൻ്റെ നടത്തത്തിൽ ഞാൻ കണ്ടുപിടിച്ച ഒരു വലിയ മരമുണ്ട്. അതിൻ്റെ പൂവാണിത് കേട്ടോ. ഇന്ന് ഞാൻ ഇതിൻ്റെ അടുത്തൂടെയാണ് പോകുന്നത്, പക്ഷേ എനിക്ക് ഇന്നാണ് ബോധോദയം വന്നത്. ഇതെന്തോ വലിയ മരം ആണ്. ആ മരത്തിൻ്റെ മേളിലോട്ട് ഞാൻ നോക്കുന്നില്ലായിരുന്നേ. ഞാനിങ്ങനെ താഴ്ത്തുന്നത് കൊച്ചു പൂക്കൾ കിടക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് കണ്ടത് ഇതൊരു വെറൈറ്റി പൂവാണല്ലോ. ഞാൻ ആദ്യമായിട്ട് പൂ കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്താ മണം അതിന്, നല്ല മണമാണ് കേട്ടോ. നല്ല രസമുണ്ട് അത് കാണാൻ. കമ്മൽ, ഇതുപോലത്തെ കമ്മൽ കണ്ടിട്ടുണ്ട്. ഇലഞ്ഞിപ്പൂവിന് നല്ല മണമാണ് കേട്ടോ. നല്ല രസമാണ്. ഞാൻ 2-3 ദിവസം കൊണ്ട് ഇതിലെ അങ്ങോട്ട് അപ്പുറത്തെ ക്രോസ് ചെയ്യും, പക്ഷേ മരം ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഇന്ന് ഞാൻ ഈ മരം നോക്കിയപ്പോൾ വലിയൊരു മരം, അതിൻ്റെ മുകളിലോട്ട് നോക്കിയപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഭംഗി മനസ്സിലായത്. അപ്പം ഞാൻ ചോദിച്ചത് എന്ത് മരമാണെന്ന് ചോദിച്ചപ്പോൾ ഇത് ഇലഞ്ഞിയാണെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇലഞ്ഞി ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞാൽ തൈകളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ പൂ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ റിയലായിട്ട് കാണുന്നത്. ഇലഞ്ഞിത്ര മേളമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിന് ഇലഞ്ഞിത്ര മേളമില്ലേ, എന്നിട്ട് ഈ പൂ എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഓർത്തു ഇതുകൊണ്ട് കുറച്ച് മാലയൊക്കെ ഉണ്ടാക്കത്തില്ലേ. നോക്കിയപ്പോൾ നല്ല തുളയൊക്കെ ഉണ്ട് എൻ്റെ ചുവട്ടിൽ. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തുന്ന മാല ഉണ്ടാക്കാവുന്നു. അങ്ങനെ നമുക്ക് എന്ത് പൂവെന്നറിയാമോ ഇതിൻ്റെ താഴെ ഉണങ്ങി കിടക്കുന്നത്. ഇത് ഈ ചരലിനകത്തേ കിടക്കുന്നത് കൊണ്ട് നമ്മൾ അത്രയും ശ്രദ്ധിക്കത്തില്ലേ. ഞാൻ ശ്രദ്ധിച്ചേ ഇല്ല. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ നിന്ന് തൂത്ത് വരുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഇലഞ്ഞിയാണ് എന്ന്. അയ്യോ, ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. ഞാൻ ഈ 3-4 ദിവസം കൊണ്ട് ഇതിലിങ്ങനെ നടക്കുക, എന്നിട്ട് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച്. കണ്ടെല്ലാം ഉണങ്ങി കിടക്കുന്നുണ്ടോ. രാവിലെ വരുമ്പോൾ നല്ല നിറഞ്ഞ് പൂവുണ്ടാവും. അങ്ങനെ ആവേശം മൂത്ത് കുറച്ചങ്ങോട്ട് പെറുക്കി കേട്ടോ. പൂ പെറുക്കി കുറച്ച് നേരം എടുത്തു കേട്ടോ. എന്നാൽ എന്തോ ഭംഗി അത് കാണാനായിട്ട്. നോക്കിക്കേ, പോക്കറ്റ് ക്രീം, ഇലഞ്ഞിപ്പൂ കമ്മൽ അല്ലേ. മരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇതാണ് മരം കണ്ടോ. ഒരു 1.5 മരമാണ് കേട്ടോ. വലിയ മരമാണ്. നോക്ക്, അതിൻ്റെ ചുവട്ടി നിറച്ചും പൂക്കളും ഇങ്ങനെ ചാടിക്കിടക്കാം. എന്നിട്ടങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇലഞ്ഞിയുടെ ഇലകൾ കണ്ടോ. അതിൻ്റെ ഇലയൊക്കെ എന്ന് പറഞ്ഞു, അതെല്ലാം പിടിച്ചു നോക്കി. വലിയ മരം, നിത്യഹരിത മരം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഇത് നല്ല ഔഷധ ഗുണമുള്ളതൊക്കെയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. വലിയ മരമാണ്. ഇതിനൊരു 30 വർഷത്തിനടുത്ത് പഴക്കം എന്തായാലും ഉണ്ട്. അത്രയും പ്രായമുണ്ട് കേട്ടോ. നല്ല പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മരം. രസമില്ല കാണാനായിട്ട്. എൻ്റെ പൂ കണ്ടോ. പൂവാണോ കായാണോ എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല. നല്ല ഉയരമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഈ പടർന്ന് പന്തലിച്ച നിത്യഹരിത വൃക്ഷത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മുടെ ജന്മനക്ഷത്രമൊക്കെ പറയത്തില്ലേ. അനിഴ നാടുകാർ ഈ വീഡിയോ കാണുന്നുണ്ട്. നിങ്ങളുടെ ജന്മനക്ഷത്ര നാളിൻ്റെ അടയാളമാണ് ഈ ഇലഞ്ഞി കേട്ടോ. അതുകൊണ്ട് അഭിമാനപൂർവ്വം പറയാം നിങ്ങൾക്ക്. ഉഷ്ണമേഖല വനപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഈ വൃക്ഷത്തിന് 20 അടിയോളം ഉയരമുണ്ടാകും. അതുപോലെ തന്നെ എന്നും പച്ചപ്പ് നിലനിൽക്കും. നല്ല തണൽ വൃക്ഷമായിട്ട് കരുതുന്ന ഈ വൃക്ഷം എന്ന് പറയുന്ന ഔഷധ ഗുണമുള്ളതാണ്. അപ്പോൾ ആയുർവേദത്തിൽ അതിൻ്റെ മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നതിന് ഈ വൃക്ഷത്തിൻ്റെ ഇലകളും തടിയുടെ തോലും ഒക്കെ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്.
അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ. പിന്നെ ഇതിൻ്റെ പൂക്കൾക്ക് നല്ല മണമല്ലേ, നല്ല സുഗന്ധം പരത്തുന്ന പൂക്കൾ, അതും ഇതിൻ്റെ വലിയ പ്രത്യേകതയാണ്. പിന്നെ ഈ ഇലഞ്ഞിയുടെ പേര് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് തൃശ്ശൂർ പൂരത്തിന് അല്ലേ, ഇലഞ്ഞിത്തറ മേളം കേട്ടിട്ടില്ലേ? അപ്പം ആദ്യം ഉണ്ടായിരുന്ന ആ ഇലഞ്ഞി തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തല്ലേ. അപ്പോൾ അത് 2001 പിഴുതു പോയിട്ട് കടപുഴകി വീണെന്നാണ് പറഞ്ഞത്. അതിന് ശേഷം പുതിയത് വെച്ചു. ഇത്രയും പൂക്കൾ ഞാൻ പെറുക്കിയെടുത്തു കേട്ടോ, നല്ല രസമുണ്ട്. പിന്നെ ഈ ഇലഞ്ഞിക്ക് കായകളുണ്ടാകും കേട്ടോ. ഈ കായ വിളഞ്ഞ് വരണമെങ്കിൽ ഒരു 6 മാസമൊക്കെ എടുക്കും. മഞ്ഞ ചുവപ്പ് കളർന്ന നിറമാണ്. അപ്പോൾ ഇത് ചിലത് ഈ കായായിട്ടുണ്ട്. ഇപ്പം കുറച്ച് ഇതിൻ്റെ പൂക്കളെല്ലാം പൊഴിഞ്ഞ് തീരാറായി കേട്ടോ. അത് കുറച്ച് ഇനി ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ കായായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇത്രയും കുറേ പൂക്കൾ ഞാൻ പെറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് മാല ഉണ്ടാക്കണം. അതാണ് എൻ്റെ മനസ്സിലിപ്പം. ഒരു ഇലഞ്ഞിപ്പൂമാല ഉണ്ടാക്കാം എന്ന് കരുതുകയാണ്. അങ്ങനെ അതൊക്കെ പെറുക്കിയെടുത്ത് ഒന്നുകൂടിയൊക്കെ ഒന്ന് മണപ്പിച്ച് നോക്കി ഞാൻ വീണ്ടും തിരിച്ചു പോകും കേട്ടോ. എനിക്ക് ഈ പ്ലാവ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിൻ്റെ ചുറ്റും 2-3 പ്രാവശ്യം ഒന്നും വലം വയ്ക്കാതെ പോകാൻ തോന്നത്തില്ല. തിരിച്ചു വരുമ്പോഴും ഇതുപോലെ തന്നെ ആ പ്ലാവിൻ്റെ കൂട്ടിൽ കയറി ആ പ്ലാവിന് ചക്കയൊക്കെ പിടിച്ച് നാട്ടിയൊക്കെ നോക്കി അങ്ങനെ അങ്ങ് പോകും. അതാണ് അതിൻ്റെ ഒരു രസം. കാരണം ഇത്രയും ചക്ക ഇങ്ങനെ അടുത്ത് കാണുന്നത് കാണുമ്പോൾ നമ്മളറിയാതെ ഒന്ന് അതിൻ്റെ അടുത്തേക്കൊന്ന് പോകും, ഒന്ന് തൊട്ട് നോക്കി അതിന് ചുറ്റും കറങ്ങി. അങ്ങനെ ഇന്നത്തെ നടത്തം വളരെ ഗംഭീരമായിരുന്നു കേട്ടോ. അങ്ങനെ പുതിയ ഇലഞ്ഞി മരം കണ്ടു, ഇലഞ്ഞിപ്പൂക്കൾ കണ്ടു. ഇലഞ്ഞി മരത്തിൽ കായുണ്ടെന്ന് മനസ്സിലായി. അനിഴം നക്ഷത്രക്കാരുടെ വൃക്ഷമാണ് ഇലഞ്ഞിയെന്ന് ഞാൻ. അപ്പം എൻ്റെ ജന്മനക്ഷത്രം എന്തോ മകം പറഞ്ഞ മങ്കിയാണ് ഞാൻ. മങ്ക കേട്ടോ, മങ്കിയല്ല മങ്ക. അപ്പോൾ ഞാനിതേ കൊണ്ടുപോയി ഒന്ന് കോർക്കുക കേട്ടോ. കോർത്ത് വെക്കുക. നൂലെടുത്തിട്ട് കോർക്കാൻ നോക്കിയിട്ട് സൂചിയൊന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇച്ചിരി ചോറെടുത്ത് നൂലിലോട്ടങ്ങ് പശയാക്കി എന്നിട്ട് കോർത്ത് നോക്കുക കേട്ടോ. അങ്ങനെ കോർത്ത് ഞാനൊരു മാല ഉണ്ടാക്കി. കണ്ടോ, ഇലഞ്ഞിപ്പൂമാല. ഒക്കെ 1/2 മണിക്കൂർ നേരത്തെ പരിശ്രമം കേട്ടോ. അങ്ങനെ ഞാൻ ഇലഞ്ഞിപ്പൂ മാലയുണ്ട്. നല്ല തുളയാണ് ഇങ്ങനെ. ആ പൂവിനെ കോർക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. കൊള്ളാം, നല്ലതായിട്ടുണ്ട്. അങ്ങനെ ഇലഞ്ഞിപ്പൂമാലയും, ഇലഞ്ഞിമരം കണ്ടു, ഇലഞ്ഞിപ്പൂ കണ്ടു, അങ്ങനെ മാലയുണ്ടാക്കി. അപ്പം ആരെങ്കിലും കാണാത്തവരുണ്ട്, അവരെ കാണിക്കാനും പറ്റി. അപ്പോഴേ പ്രഭാതത്തിൽ നടക്കാൻ പോകുന്നവർ വൃക്ഷങ്ങളെയും പക്ഷികളെയും ഒക്കെ നോക്കുക. അങ്ങനെ നോക്കി ഓരോന്ന് കണ്ടും കേട്ടും ഒക്കെ നടക്കാൻ ശീലിക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മൾ കാണാത്ത നമ്മുടെ പറമ്പിലുള്ള പല വൃക്ഷങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, പൂക്കൾ. അതുപോലെ തന്നെ എന്തുമാത്രം ചെടികളാണ് റോഡ് സൈഡിൽ കൂടിയൊക്കെ നിൽക്കുന്നതെന്നറിയാമോ? നമ്മൾ ഈ ഇടവഴി പോക്കറ്റ് റോഡിൽ കൂടിയൊക്കെ കയറിപ്പോയി കഴിയുമ്പോൾ നമ്മൾ കാണാത്ത പല ചെടികളും പൂക്കളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ആണെങ്കിൽ കുറച്ചുകൂടി അങ്ങ് നല്ല ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കരുണമരം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ലാവൻ്റെ കളറ് നിറയെ പൂത്ത് നിൽക്കുക. പക്ഷെ ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി കഴിഞ്ഞാൽ എനിക്കത് വീഡിയോയെടുക്കാനുള്ളൊന്നും സമയമോ സൗകര്യമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല. അതാണെങ്കിൽ കരുണ എന്ന് പറയുന്ന ഒരു ലാവൻ്റെ കളർ പ്രത്യേകിച്ച് ഈ വനപ്രദേശങ്ങളിലോട്ട് നന്നായിട്ടാണ്. ഹൈ റേഞ്ചിൽ നിറയെ ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഹൈ റേഞ്ചിൽ പോയപ്പോൾ അവിടെ നിറയെ പൂത്ത് നിൽക്കുക കരുണമരം. ലാവൻ്റെ കളറാണ്. അതുപോലെ തന്നെ വേറെ മരമുണ്ട്.